സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. ആരാധനയുടെ ആരംഭമായി നമുക്ക് പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് സദാസമയ സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനായിരിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധനായ നല്ല കർത്താവെ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പരിശുദ്ധ ദിവസം കാണുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് സ്തോത്രയാഗം അർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പരിമിതിയുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ അവിടുത്തെ മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ആരാധന അങ്ങേക്ക് പ്രസാദകരവും ദൈവജനത്തിന് അനുഗ്രഹവും ആക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ അങ്ങയെ സ്തുതിക്കുമ്പോൾ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ അങ്ങയുടെ വലിയ സാന്നിധ്യം പകർന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനരായിരിക്കുന്നവരെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് തന്നെ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ആരാധനയുടെ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 96-ാമത്തെ ഗീതം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. 96-ാമത്തെ ഗീതം. നമുക്ക് നിൽക്കവേ തന്നെ ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 7-ാം പുറം 5-ാം ഭാഗത്തിൽ കാണുന്ന സ്തുതിധാനികളിൽ പങ്കുചേരാം. ആരാധനക്രമം 7-ാം പുറം 5-ാം ഭാഗം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ദൈവം വെളിച്ചമാകുന്നു. അവിടുന്ന് വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു.
ആ ജീവൻ അവിടുത്തെ പുത്രനിൽ ഉണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നുവെന്ന് ദൈവം തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്ക് ചേർന്ന് ചൊല്ലാം. നാം ദൈവത്തിൽ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവിടുന്ന് സത്യദൈവവും നിത്യജീവനും ആകുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് ധാരാളം ക്ഷമിക്കും. ആ സ്നേഹവാനായ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തുമെന്ന്. നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് ഉപേക്ഷിക്കാം. നമുക്ക് അപ്പന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകനെന്ന വിളിക്ക് യോഗ്യനല്ല എന്ന് ആത്മാർത്ഥമായി നമുക്ക് അനുദപിച്ച് ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതം പലപ്പോഴും ദൈവത്തിന് പ്രസാദകരമല്ലാത്തതായി തീർന്നിട്ടുണ്ട്. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ദൈവകൽപ്പനകളിൽ നിന്ന് മാറി സഞ്ചരിച്ചതോർത്തും ജീവിതത്തിന്റെ വേദനകളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞതോർത്തും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ക്ഷമാപൂർവം കടന്നു വരാം. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. മനുഷ്യർ മുഖം കാണുമ്പോൾ ഹൃദയത്തെ അറിയുന്ന ആ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ, രഹസ്യ പരസ്യ ജീവിതത്തെ അറിയുന്ന ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം മൗനമായി നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളെ, കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാം. ആരാധനക്രമം 11-ാം പുറത്തിൽ കാണുന്ന അൻപതാം പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. ആരാധനക്രമം 11-ാം പുറം. ദൈവമേ, അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ മികുത്ത പ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ.
എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിലുരുവായി പാപത്തിൽ എന്റെ അമ്മയായി ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അംഗീകരിക്കുന്നത്. അന്തരംഗത്തിൽ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതെ വണ്ണം അങ്ങയുടെ മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും വരുതേ. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സിലുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. വാസ്തവമായി പാപമേറ്റു പറഞ്ഞവരോടുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർമ്മിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ആരാധനക്രമം 18-ാം പദത്തിൽ കാണുന്ന മറിയയുടെ പാട്ട് നമുക്ക് ചേർന്ന് ചൊല്ലാം. ആരാധനക്രമം 18-ാം പദം. എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. എന്റെ ആത്മാവിന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോടും ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. വിചാരത്തിൽ അംഗീകരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ. ദൈവമേ, നിൻ മഹാസ്നേഹമതിൻ വേദമാർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാനെത്ര ബഹുരമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാളുകളാലതു വന്നിപ്പതിനെഴുതോ. പതിനായിരത്തിങ്കലൊരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമഹോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമേറും തിരുമാതിരുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവേ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ള
ഒരു കാലത്തിലും ദയവായി സ്നേഹമാവേ നീ എന്നെ സ്നേഹിച്ചതോ തന്നിൽ ആശ്ചര്യമേറിടുന്നു എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഓർത്തും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമാകോ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. നിൽക്കവേ തന്നെ സങ്കീർത്തനങ്ങൾ 126 വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 126 സങ്കീർത്തനം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ശരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർക്കും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിതച്ചുകൊണ്ട് നടക്കുന്നു, കരച്ചുമന്ന് മാറാം കൊണ്ട് വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. നിൽക്കവേ തന്നെ സ്നേഹവചനങ്ങൾ നമുക്ക് ചേർന്ന് ചെന്ന ആരാധനക്രമം 22-ാം പ്രാ. ആരാധനക്രമം 22-ാം പ്രാ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ വിളങ്ങുന്ന ചെമ്പോ ചിലമുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. പഴയ നിയമഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 1 തുടങ്ങി 9 വരെ. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തത് അത് ഒരു നാളും പണിയുകയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും, ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടതയിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കി കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണം എന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിലും നിന്ന് കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്.
അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. വായിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞുവെന്ന് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരെ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. ഈ വായിച്ചു കേട്ട ലേഖന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വായനയ്ക്കായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചന സത്യങ്ങളെ ശ്രദ്ധിപ്പിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാൻ, ലോകത്തിലെങ്ങും പോകാൻ നാഥൻ വിളിക്കുന്നു നമ്മെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചന സത്യങ്ങളെ ശ്രദ്ധിക്കും. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നു സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലാതാനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും
തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവർ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവര് ഞങ്ങളുടെ കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു. തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചത് അവർ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ക്രിസ്തുവേ, നിങ്ങൾക്ക് സ്തുതിയായിരിക്കട്ടെ. 22-ാം പുറത്ത് കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ നമുക്ക് പ്രസ്താവിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം എഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. അല്പസമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹപ്രദമായ വിശുദ്ധ ദിവസത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി അറിയിക്കാം. ആരും ഈ സമയം അലക്ഷ്യമാക്കി കളയാതെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ സമയത്തെ മാറ്റിവെക്കാൻ നമുക്ക് പലരും രോഗത്തിന്റെയും പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ ശക്തമായി അനുഗ്രഹിച്ച് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന കൊറോണ രോഗികൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ ദിവസം ആലയത്തിൽ കടന്നു പോകാൻ കഴിയാതെ വേദനയുടെ ആയിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വളരെ ചുരുങ്ങിയ ആളുകളുമായി ആരാധനകൾ സംഘടിപ്പിക്കുന്ന ദേവാലയങ്ങളുണ്ട്. അവിടുത്തെ ആരാധനകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളും ഇന്നത്തെ പ്രാർത്ഥനകളും ലോക ജനതയ്ക്ക് ഒരു അനുഗ്രഹത്തിനായി മാറുവാനായി കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്പസമയം നമ്മുടെ ഹൃദയങ്ങളെ ഭാരങ്ങളെല്ലാം നമുക്ക് മാറ്റിവെച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. പാടാം. എന്റെ ആവശ്യങ്ങൾ എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ കീഴിൽ വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ, എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. ഇന്നയോ
പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗീയ നല്ല പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹപ്രദമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുപാദപീഠത്തിലായിരിക്കുവാനായിട്ട് വിധങ്ങളായ മുഖാന്തരങ്ങളിലൂടെ ഞങ്ങളെ ഒരുക്കിയതിനായിട്ട് ഞങ്ങളെ വാഴ്ത്തുന്നു. ഈ ഒരു വിശുദ്ധ ആരാധനയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിനെ രൂപാന്തരം വരുത്തുന്ന ഒരു ആരാധനയാക്കി ഇന്നത്തെ വിശുദ്ധ ആരാധനയെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയതിനായിട്ട് ഒരു ഘട്ടം കൂടി അങ്ങേക്ക് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ മലയാളം കോൺഗ്രിഗേഷനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ആയിരിക്കുവാൻ നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ വിശ്വാസ സമൂഹത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഡൽഹി പട്ടണത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. ഈ ഒരു കർത്താവെ ദിവസം കാണുവാനായിട്ട് ആഗ്രഹിച്ച അനേകർ കർത്താവെ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ പാപികളും കുറവുകളും കുറ്റക്കാരുമാകുന്ന ഞങ്ങളെ അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അനുഗ്രഹിച്ച് കാത്ത വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിച്ച വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ഞങ്ങൾ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങളോടെ ഭാരത്തോടെ അയക്കുന്ന ജനസമൂഹമുണ്ട് കർത്താവെ. അവിടെ വേദനകളും നിരാശകളും പ്രശ്നങ്ങളും എല്ലാം സന്നിധിയിലേക്ക് കടന്നു കർത്താവെ ഞങ്ങൾ അങ്ങനെ സന്നിധിയിലേക്ക് പറയുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന നന്ദി കർത്താവെ. ഞങ്ങളുടെ മലയാളം കോൺഗ്രിഗേഷനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. സെക്രട്ടറി സാറായി പ്രവർത്തിക്കുന്ന നിർവൻ സാറിനെ കുടുംബത്തെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സാറിന്റെ ഔദ്യോഗിക മേഖലകളിലെല്ലാം കർത്താവിന്റെ കൃപയും സാറിന്റെയും കൂടെ ഉണ്ടായിരിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ വാഴ്ത്തുന്നു കർത്താവെ. ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് നമ്മൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സംഗീത സിസ്റ്ററിനെ കുടുംബത്തെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ കർത്താവ്. ദിലീപ് സിസ്റ്ററിനെയും കുടുംബത്തെയും അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും കാവലും കർത്താവ് വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. കൂടാതെ കർത്താവെ നിഷാന്ത് സാറിനെ കുടുംബത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെതായ എല്ലാ അവസ്ഥകളിൽ നിന്നും കർത്താവ് കൊടുക്കുന്ന പൂർണ്ണമായ സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സുബിൻ സാറിനെ കുടുംബത്തെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളിൽ പോക്കുകളിലെല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. ഷെർവിൻ സാറിനെ കുടുംബത്തെ അവരുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ യാത്രകളിലും പ്രവർത്തനങ്ങളെല്ലാം കർത്താവിന്റെ കൃപ കൂടെയുള്ളതിനായിട്ട് നന്ദി കരയേറ്റുന്നു കർത്താവെ. കൂടാതെ കർത്താവെ രാജേഷ് സാറിനെ കുടുംബത്തിന് പ്രാർത്ഥിക്കുന്നു. അവരുടെ യാത്രകളെല്ലാം കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഇവരുടെ രോഗമോ പ്രയാസമോ അനുവദിക്കാതെ കർത്താവ് നൽകുന്ന സംരക്ഷണത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഞങ്ങളുടെ എല്ലാ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൃപയും സാന്നിധ്യവും ഒരു സുരക്ഷയായിട്ട് ഒരു സംരക്ഷണമായിട്ട് ഒരു കൂടെയുള്ള വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു കർത്താവെ. ഞങ്ങളുടെ ജോസഫസിനെയും കുടുംബത്തെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കൃപയും സമാധാനവും കാവലും കൂടെ ഉണ്ടായിരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ എല്ലാ മിഷൻ സെന്ററുകളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഈ ഒരു ദിവസം നടക്കുന്ന എല്ലാ ആരാധനകളിലും ദൈവമേ നിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഇന്നത്തെ ആരാധനയിൽ കർത്താവെ ഞങ്ങൾക്ക് കേൾപ്പാനിരിക്കുന്ന വചനത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊരു വലിയൊരു കർത്താവെ ജീവന്റെ വചനമാക്കി അത് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മാനുഷിക ശബ്ദം ഞങ്ങൾക്ക് കേൾക്കേണ്ട കർത്താവെ. കർത്താവെ അങ്ങയുടെ ശബ്ദം കേൾക്കുവാനായിട്ടും അങ്ങയുടെ കൂടെ വസിക്കുവാനായിട്ടും ഞങ്ങളെ വചനത്തിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ മനസ്സുകളെ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഈ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർത്താവ് 5 ഫീൽഡുകളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തെ മുഴുവനായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. ഒരു രോഗത്തിന്റെയോ പ്രയാസത്തിന്റെയോ ബുദ്ധിമുട്ടിന്റെയോ അനുഭവത്തെ അവരെ കൊണ്ടുവരിക അനുവദിക്കരുത് കർത്താവെ. നിന്റെ കൃപയും സമാധാനവും അവർ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ലോക്കൽ മിഷണർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ദക്ഷിണകേരള മഹാസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ അഭിമന്യ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അദ്ദേഹത്തിന്റെ യാത്രകളോട് പ്രവർത്തനങ്ങളോട് എല്ലാം കർത്താവിന്റെ കൃപയും സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കുന്ന വിധങ്ങൾക്കായി ഞങ്ങളെ നന്ദി കരയേറ്റുന്നു കർത്താവെ. പാലിയേറ്റീവ് കെയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളുടെ ചെയ്യുന്ന ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ബോർഡ് ഫോർ മിഷനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. കർത്താവ് അറുമുഖപരമായിട്ടുള്ള എല്ലാ മിഷൻ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും അങ്ങനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ കർത്താവെ ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും കർത്താവെ വളരെ ശക്തമായ ജോലികൾ ചെയ്യുമ്പോൾ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ കർത്താവെ അങ്ങോട്ട് നൽകുന്ന സംരക്ഷണത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ഭാരത്താലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കർത്താവെ അങ്ങനെ വചനം അയച്ചവരെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് സൗഖ്യമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ വിധവകളായ ഭാരത്തോടെ അയക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സംരക്ഷണം കൊടുക്കുന്ന വിധങ്ങൾക്കായി നന്ദി കരയേറ്റുന്നു കർത്താവെ. മറ്റു പ്രയാസത്തിന്റെ കടബാധിതരുടെ അയക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കടബാധിതകളെല്ലാം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു നല്ല
ഭവനമില്ലാതെ വളരെ വേദനയോട് നിരാശയോട് വായിക്കുന്നുണ്ട് കർത്താവെ. നല്ല ഭവനങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ലൊരു കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയാൽ ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്രകാരം നല്ലൊരു കുടുംബ ജീവിതങ്ങളെ നൽകണമെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടാതെ മറ്റു ലോകത്തിന്റേതായ ഭാരത്തിന്റേതായ അവസ്ഥകളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീന മോൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനെ അനുഗ്രഹിക്കണമേ, അന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടാതെ സത്യദാസൻ പിതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പിതാവിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. നിന്റെ കൃപയും സമാധാനവും കർത്താവെ എപ്പോഴും കൂടെ ഉള്ളതിനായിട്ട് സൗഖ്യത്തിനായിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നു കർത്താവെ. കൂടാതെ കർത്താവ് പലവിധമായ രോഗത്തിന്റെയും പ്രയാസത്തിന് നടുവിലായിരിക്കുന്ന ഞങ്ങളുടെ മിശ്ര സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഈ ഒരു ആരാധന നിങ്ങൾ പ്രാർത്ഥിച്ച ആരംഭിച്ച ഈ സമയം വരെ തിരുകൃപ ഞങ്ങളുടെ കൂടെ ഇരുന്നത് നിങ്ങൾക്കായി നന്ദി കർത്താവെ. തുടർന്ന് കർത്താവെ നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി കർത്താവെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ രക്ഷയുടെ ദോഷങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും നീ ഞങ്ങൾക്കുള്ളതല്ലോ. ആമേൻ. നിൽക്കവേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമേ, തിരുവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നതിനായി സ്തോത്രം. വചനത്തിനനുസൃതമായി ജീവിക്കുവാൻ, വചനം ധ്യാനിച്ച് അതിൻ പ്രകാരം ജീവിച്ച് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം. വിശുദ്ധ ആരാധനയുടെ മധ്യ ഇറങ്ങുന്ന ദൈവമേ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ആരാധനകൾ അർപ്പിച്ചപ്പോൾ, അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സ്തുതികൾ അർപ്പിച്ചപ്പോൾ അടിയങ്ങളുടെ ആരാധനകൾക്കും സ്തുതികൾക്കും ഉത്തരമറിയതിനായി സ്തോത്രം. ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് ഒരു അനുഗ്രഹീതമായ ദിനം അങ്ങ് നൽകിയതിനായി സ്തുതിക്കുന്നു. വിശേഷാൽ അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അടിയങ്ങൾ ധ്യാനിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും പ്രിയ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സഭയ്ക്കിരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയിൽ അധ്യക്ഷപദ അലങ്കരിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, പ്രിയ അച്ഛൻ, പ്രിയ മിഷണറി സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഓൺലൈൻ മാധ്യമത്തിലൂടെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും 2021 വർഷങ്ങൾക്ക് മുമ്പ് പുനരുത്ഥാനം ചെയ്ത് നമ്മുടെ മധ്യത്തിൽ ഇന്നും കൂട്ടായ്മകളുടെ മധ്യത്തിൽ നാഥനായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെടുവാൻ, ദൈവസന്നിധിയിൽ കൂടുതൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യകത ഏറിയ ഒരു കാലഘട്ടത്തിലൂടെ നാം ഇന്നാളുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാവുന്നുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ കൂട്ടായ്മയുടെ ബന്ധം നമുക്ക് അനുഗ്രഹീതമായി അനുഭവിക്കാൻ ദൈവം അവസരം നൽകി. എന്നാൽ വീണ്ടും ഒരു കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവ് നമ്മുടെ ആരാധനകൾക്കും കൂട്ടായ്മകൾക്കും എല്ലാം തന്നെ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഇന്നാളുകളിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാവുന്നല്ലോ. നമ്മുടെ പല പ്രിയപ്പെട്ടവർക്കും രോഗത്തിന്റെയും മറ്റും പ്രയാസങ്ങളിൽ അകപ്പെടേണ്ട അനുഭവമായിരിക്കുന്നുവല്ലോ. ഇത്തരത്തിൽ വളരെയേറെ അന്ധകാരത്തിന്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഈ സമൂഹത്തിലും ദേശത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സമയത്തും ദൈവസന്നിധിയിൽ കൂട്ടായ്മ ബന്ധം പുതുക്കുവാൻ നാം തുനിയേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. നമുക്ക് ആ കഴിയുന്ന സമയങ്ങളിൽ, നമുക്ക് ആയിരിക്കുവാൻ പറ്റുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ, കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ ദൈവസന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് തുടർന്നുള്ള നാളുകളിലും ദൈവത്തോട് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ ആലോചനകൾ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാൻ സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരം നാം ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതങ്ങൾ അർത്ഥപൂർണമായി തീരുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇന്ന് CSI ദക്ഷിണേന്ത്യ സഭ നമുക്ക് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം എന്നത് ഉയർപ്പിന്റെ അനുഭവത്തിലെ കൂട്ടായ്മ രൂപീകരണം എന്നതാണ്. ഉയർപ്പിന്റെ അനുഭവത്തിലെ കൂട്ടായ്മ രൂപീകരണം എന്തുകൊണ്ടും സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കൂട്ടായ്മ രൂപീകരണം എന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സമകാലിക വർത്തമാന സമൂഹം നാം നോക്കുമ്പോൾ കൂട്ടായ്മയ്ക്ക് വളരെയേറെ പ്രാധാന്യം നാം നൽകുവാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് സമയമില്ല. ദൈവസന്നിധിയിൽ പലപ്പോഴും നമുക്ക് കൂടി വരുവാനായി സാധിക്കാത്ത പല സാഹചര്യങ്ങളാൽ നാം ഇന്നത്തെ സമൂഹം, ക്രിസ്തീയ സമൂഹം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വേദനയേറിയ ഒരു അനുഭവത്തിലൂടെ നാം കടന്നു പോവുകയാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കോവിഡിന്റെ
കടന്നുവരവ് നമ്മുടെ സമൂഹങ്ങളിലെ കൂട്ടായ്മകൾക്ക് എല്ലാം തന്നെ ബാഹ്യമായ ഒരു തടങ്കൽ ഇട്ടുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. കൊയിനോനിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കൂട്ടായ്മ എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഉടമ്പടിയുടെ കൂട്ടായ്മ എന്നതാണ് കൊയിനോനിയ എന്ന പദത്തിന് യഥാർത്ഥമായ അർത്ഥം. ഈ പദം രൂപപ്പെട്ടിരിക്കുന്നത് കൊയിനോനോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഈ പദത്തിന് പങ്കാളി, കൂട്ടാളി എന്നിങ്ങനെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉണ്ട്. ഇന്ന് നാം ക്രിസ്തീയ കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളരെയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാനായി സാധിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നാം പലപ്പോഴും അകന്നു പോകുന്ന ഒരു അനുഭവം. എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന അനുഭവങ്ങളിൽ, നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യങ്ങളിൽ ആയിരുന്നു കൊണ്ട് കൂട്ടായ്മ ബന്ധം ദൈവസന്നിധിയിൽ പുതുക്കുവാനായി നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ അല്ലെങ്കിൽ ഒരു ക്രൂസൈഡുകളോ കൺവെൻഷനുകളുടെ മധ്യത്തിൽ മാത്രം ഇറങ്ങുന്നവരല്ല നമ്മുടെ ദൈവം എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ ഒരു തെറ്റായ വ്യാഖ്യാനങ്ങൾ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കൂട്ടായ്മ നമ്മുടെ ജീവിതങ്ങളിൽ എപ്രകാരമായിരിക്കണം എന്നതിന് വളരെയേറെ അർത്ഥവത്തായ ചിന്തകൾ ഇന്നത്തെ വേദഭാഗങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാവുന്നു. വേദപുസ്തക പശ്ചാത്തലത്തിൽ നാം പരിശോധിക്കുമ്പോൾ കൂട്ടായ്മയുടെ അനുഭവം ആരംഭിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം നോക്കുമ്പോൾ മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കുന്നു. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാനൊരു തക്കതായ തുണയെ നൽകും എന്ന് അരുളി ചെയ്ത ദൈവം അവിടെ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് ഒരു തക്കതായ പങ്കാളിയെ, ഒരു തുണയെ അവിടെ നൽകുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ കൂട്ടായ്മയുടെ, പരസ്പരം പങ്കുവയ്ക്കലിന്റെ, പരസ്പരം കരുതലിന്റെ ഒരു അനുഭവത്തിന്റെ തീവ്രത ഇവിടെ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. എന്നാൽ നാം നോക്കുമ്പോൾ വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ ഈ കൂട്ടായ്മയുടെ ബന്ധം അത്രയേറെ ദൂരം കടന്നു പോയില്ല എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. വളരെ വേഗത്തിൽ നാം ആകുന്ന മനുഷ്യ സമൂഹത്തിന്റെ പാപങ്ങൾ മൂലം ദൈവസന്നിധിയിൽ നിന്ന് മനുഷ്യനും തന്റെ ഭാര്യയെയും അവർ കുടുംബമായി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ, സൃഷ്ടിയുടെ ആ സമയത്ത് തന്നെ ദൈവസന്നിധിയിൽ നിന്ന് കൂട്ടായ്മയുടെ ബന്ധം അറ്റുപോകുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാനായി സാധിക്കും. വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ തുടർന്നുള്ള ഓരോ കാലയളവുകളിലും പല ദൈവശ്രേഷ്ഠന്മാരും ഈ കൂട്ടായ്മയുടെ ബന്ധം പുനഃസ്ഥാപിക്കുവാനായി കടന്നു വന്നിട്ടുണ്ട്. പലരും അത് പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നാൽ പല സാഹചര്യങ്ങളിൽ വീണ്ടും മനുഷ്യ സമൂഹം തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതായി, ഈ കൂട്ടായ്മയുടെ ബന്ധങ്ങൾ വീണ്ടും തകർന്നു പോയതായി, മുറിക്കപ്പെട്ടതായി നമുക്ക് കാണുവാനായി സാധിക്കും. വിശുദ്ധ വേദപുസ്തക പശ്ചാത്തലത്തിൽ നാം ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനം നിലകൊള്ളുന്നത് യേശു കർത്താവിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. മനുഷ്യരോടുകൂടെ വസിക്കുകയും മനുഷ്യരോടുകൂടെ സഞ്ചരിക്കുകയും മനുഷ്യരോടുകൂടി കൂടാരത്തിൽ പാർക്കുകയും ചെയ്യുന്ന, സഞ്ചരിക്കുന്ന വഴികാട്ടിയായ ഒരു ദൈവം എന്ന സങ്കല്പം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. നമ്മുടെ ദൈവം, ജീവിക്കുന്ന ദൈവം നമ്മുടെ ഏത് യാത്രകളിലും നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ മധ്യത്തിൽ ഇറങ്ങുന്നവനാണ്. അവൻ നമ്മെ വഴികാട്ടുന്നവനാണ് എന്ന് നാം മറന്നു പോകരുത്. സഞ്ചരിക്കുന്ന ജനത്തോടൊപ്പം സഞ്ചരിച്ച് അവരുടെ കൂട്ടായ്മയിൽ അനുഗ്രഹീതമായ ഒരു പങ്കാളിയാവുക, അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയിൽ അവർക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുക എന്നതാണ് വേദപുസ്തകം ദൗത്യ നിർവഹണ മേഖലയിലായിരിക്കുന്ന നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട ഓരോ ഭാഗങ്ങളും നാം ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വളരെയേറെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. യേശു കർത്താവിന്റെ ശുശ്രൂഷ മേഖല, 3.5 വർഷം നീണ്ട ആ ശുശ്രൂഷ മേഖലയിൽ യേശു കർത്താവിനെ അനുഗമിച്ച ഒരു വലിയൊരു സമൂഹത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. യേശു കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ, യേശു കർത്താവിന്റെ അതിശയങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ, യേശു കർത്താവിന്റെ വചനം കേൾക്കുവാൻ, യേശു കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാൻ, ഇത്തരത്തിൽ യേശു കർത്താവിന്റെ പിന്നാലെ കൂടിയ ഒരു വലിയൊരു ജനവിഭാഗത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇവരെല്ലാം തന്നെ യേശു കർത്താവിൽ ഒരു മശിഹായെ കണ്ടിരുന്നു, യേശു കർത്താവിൽ ഒരു രാജാവിനെ കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ
കർത്താവിന്റെ കാൽവരി യാഗം, കർത്താവിന്റെ ക്രൂശ് മരണം അവരുടെ ഈ ചിന്തകളിൽ നിന്നെല്ലാം അവരെ പിന്നോട്ട് വലിച്ചു, അല്ലെങ്കിൽ അവരെ ആ ഒരു മശിഹ സങ്കല്പത്തിൽ നിന്ന് അവരെ അവരുടെ വിശ്വാസങ്ങളിൽ അടിപതറുന്ന ഒരു അനുഭവത്തിലേക്ക് അവരെ തള്ളിയിട്ടു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം തന്റെ ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിത സാഹചര്യങ്ങൾ നാം നോക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ തന്റെ ശിഷ്യ സമൂഹം മീൻ പിടിക്കുവാനായി അവരുടെ പഴയ തൊഴിൽ മേഖലയിലേക്ക് ഈ ശുശ്രൂഷ മേഖല വിട്ട് അന്ധകാരത്തിന്റെ അനുഭവത്തിലേക്ക് തിരികെ കടന്നു പോകുന്ന യേശു കർത്താവിന്റെ ശിഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇന്ന് നാം വായിച്ചു കേട്ട ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അവിടെ പഠിക്കുമ്പോഴും എമ്മൗസിലേക്ക് നടന്നു പോകുന്ന ആ ശിഷ്യഗണത്തിൽ ഒരു നിരാശ അനുഭവപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും. പക്ഷേ കർത്താവിന്റെ ഉയർപ്പും വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ തന്റെ മധ്യത്തിൽ ആയിരുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നെ തന്നെ പുനരുത്ഥാനം ചെയ്ത തന്നെ തന്നെ പ്രത്യക്ഷപ്പെടുത്തിയതിലൂടെ യേശു കർത്താവ് അവിടെയെല്ലാം അവർക്കൊരു പുതിയൊരു ജീവൻ പകർന്നു നൽകുന്നതായി, പുതിയൊരു ദൗത്യ മേഖല പകർന്നു നൽകുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. ഈ അവരുടെ പഴയ കാഴ്ചപ്പാടുകളും അവരുടെ പഴയ ചിന്തകളും മാറി അവിടെ ഒരു പുതിയൊരു അനുഭവം, ഒരു പുതു വെളിച്ചത്തിന്റെ അനുഭവം അവരുടെ ഉള്ളിൽ യേശു കർത്താവ് നിറയ്ക്കുകയാണ്. തുടർന്ന് നാം നോക്കുമ്പോൾ അവർ ഇവിടെ എമ്മൗസിലേക്ക് പോയ അവർ യെരൂശലേമിലേക്ക് തിരികെ മടങ്ങി വരുന്നു. തങ്ങളുടെ ദൗത്യ നിർവഹണ മേഖലയിലേക്ക് തിരിഞ്ഞ ആ ശിഷ്യഗണം, ആ യേശു കർത്താവിന്റെ ശിഷ്യഗണം തുടർന്ന് നാം നോക്കുമ്പോൾ ലോകമെമ്പാടും പോയി യേശു കർത്താവിന്റെ ആ സുവിശേഷത്തിന്റെ വാഹകരായി മാറിയതായി വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഉയർത്ത കർത്താവ് തന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ പകർന്നു നൽകിയ ആ കൂട്ടായ്മയുടെ അനുഭവമാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ നമ്മുടെ അടിസ്ഥാനം എന്ന് നാം മറന്നു പോകരുത്. ആയതിനാൽ തന്നെ ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. നമ്മുടെ ജീവിതങ്ങളിൽ കൂട്ടായ്മയുടെ ബന്ധം എപ്രകാരമായിരിക്കണം, അല്ലെങ്കിൽ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമായിരിക്കണം എന്നതിനെ പറ്റി ചില ചിന്തകൾ നിങ്ങളുമായി ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, നമ്മുടെ കൂട്ടായ്മകൾ കരുതലിന്റെ ആഘോഷങ്ങളാകണം. നമ്മുടെ കൂട്ടായ്മകൾ കരുതലിന്റെ ആഘോഷങ്ങളാകണം. ഇന്ന് നാം വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ ആദിമ സഭയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. അവിടെ ആധുനിക സഭയുടെ രൂപീകരണ കാലഘട്ടത്ത് അവർ എപ്രകാരമാണ് ദൈവസന്നിധിയിൽ കൂട്ടായ്മ അനുഭവിച്ചത്, അവർ ദൈവസന്നിധിയിലെ കൂട്ടായ്മകൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകി എന്ന് നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. പരസ്പരം കരുതുന്ന ആദിമ സഭയിലെ ജനത, തങ്ങൾക്കുള്ളത് പരസ്പരം പങ്കുവയ്ക്കുന്ന, പരസ്പരം അവരനെ സഹോദരനായി കാണുകയും അവന്റെ ദുഃഖങ്ങളിൽ പങ്കാളികളാവുകയും അവനെ കൈത്താങ്ങുകയും ചെയ്യുന്ന ഒരു ആദിമ സഭയെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ ശിഷ്യഗണം ഉൾപ്പെടുന്ന ആദിമ സഭയിൽ നമുക്ക് ഒരു വലിയൊരു പ്രത്യേകത കാണുവാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിന് 22-ാം വാക്യം പഠിക്കുമ്പോൾ അവർ ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായി സാധിക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഒന്ന്, താല്പര്യം ഒന്ന്, വിശ്വാസം ഒന്ന്, ആഗ്രഹങ്ങൾ ഒന്ന് എന്ന അവസ്ഥയിൽ അവർ എത്തിയപ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറുകയും അവർ ദൈവസന്നിധിയിൽ ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഒരു യാത്രയിൽ ദൈവസന്നിധിയിലായിരിക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം അവിടെ ഉണ്ടായി എന്ന് വിശുദ്ധ വേദപുസ്തകം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് നാം ആധുനിക സഭയിലായിരിക്കുന്നവരാണ്. വർത്തമാന സമൂഹത്തിൽ ദൈവസന്നിധിയിൽ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലെ കൂട്ടായ്മകൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുക. കൂട്ടായ്മകൾക്ക് നമ്മുടെ ജീവിതങ്ങളിൽ നാം നൽകുന്ന പ്രാധാന്യം എപ്രകാരമാണ് എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സഹോദരനെ നമുക്ക് കൈത്താങ്ങുവാനായി സാധിക്കണം. അവന് ഒരു മുതൽക്കൂട്ടായി, അവനൊരു വ്യക്തമായ വഴികാട്ടിയായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിന്റെ വീണ്ടും വരവിനെയും ഉയർപ്പിനെയും പ്രവാചകരുടെ പ്രവചനങ്ങളെയും അതിന്റെ നിവർത്തീകരണത്തെയും ആദിമ സഭയ്ക്ക് അവിടുത്തെ വിശ്വാസ സമൂഹത്തിന് വിശ്വസിക്കുവാനായി സാധിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. തങ്ങളുടെ വസ്തുവകകൾ സ്വന്തം എന്നല്ലാതെ അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ അവർ തയ്യാറായി.
ദൈവസന്നിധിയിൽ വിശ്വസിച്ച അവർക്ക് ഒന്നിനും മുട്ടുണ്ടായില്ല. എല്ലാത്തിനും പ്രാർത്ഥനയാൽ അവർ ദൈവസന്നിധിയിൽ അവർ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അവരെ ദൈവം കൂടുതലായി അനുഗ്രഹിച്ചു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ അവരർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം നാം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. അവർ തങ്ങളുടെ വസ്തുവകകൾ, തങ്ങളുടെ സമ്പാദ്യം മുഴുവനും വിറ്റ് ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കാഴ്ചവെച്ചു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ഭാവിയെ കുറിച്ച് ചിന്തയില്ലാത്ത, വർത്തമാനത്തെ കുറിച്ച് ചിന്തിക്കാത്ത, ദൈവസന്നിധിയിൽ പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു സമൂഹം. അത്തരത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ അവരുടെ വർത്തമാനകാലവും അവരുടെ ഭാവി കാലവും എല്ലാം ദൈവസന്നിധിയിൽ സുരക്ഷിതമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ദൈവസന്നിധിയിലെ കൂട്ടായ്മകൾ എപ്രകാരമാണെന്ന് ഒന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് കരുതുവാനായി കഴിയുന്നുണ്ടോ? നമ്മുടെ അയൽക്കാരനെ നമുക്ക് കരുതുവാനായി സാധിക്കുന്നുണ്ടോ? നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഒരു ആവശ്യമുള്ള വ്യക്തിക്ക് അവന്റെ ആവശ്യം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. പരിമിതികളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പിറുപിറുക്കുന്ന ഒരു അനുഭവം ഉണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. ഇസ്രായേൽ മക്കളുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. 40 വർഷം നീണ്ട യാത്രയിൽ പ്രവാസ ഭൂമിയിൽ നിന്നും മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാടിലേക്കുള്ള യാത്രയിൽ ദൈവസന്നിധിയിൽ അനുദിനം ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയവരാണ് ഇസ്രായേൽ ജനത. വാഗ്ദത്ത നാടിലെത്തിയ ഇസ്രായേൽ ജനത ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓരോ അനുഗ്രഹങ്ങൾക്കും പിന്നാലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവർ പുതിയ ഒരു പ്രതിസന്ധിയിൽ വീഴുമ്പോൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ഇന്ന് നാം കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ നമ്മുടെ പരിമിതികളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് പിറുപിറുക്കുന്ന ഒരു അനുഭവം ഉണ്ടോ എന്ന് നാം സ്വയം ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദൈവസന്നിധിയിൽ എല്ലാം നല്ലത് എന്ന് കാണുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി നമുക്ക് സാധിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി, നമ്മുടെ കൂടിവരലുകൾ ആനന്ദത്തിന്റെ ഒത്തുചേരലുകളാണ്. നമ്മുടെ കൂട്ടായ്മകളിൽ ആനന്ദത്തിന്റെ ഒത്തുചേരലുകൾ ആവണം. ഇന്ന് നാം വായിച്ചു കേട്ട പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ആനന്ദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് കാണുവാനായി സാധിക്കും. ദൈവത്തെ മറന്ന് പാപത്തിൽ വീണുപോയ, അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ അനുഭവത്തിൽ വീണുപോയ ഒരു സമൂഹം, ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥനയ്ക്ക് മറന്നു, ദൈവസന്നിധിയിൽ അപേക്ഷിക്കുവാൻ അവർ മറന്നു, ദൈവത്തെ പൂർണ്ണമായും മറന്നു. ദൈവത്തെ ത്യജിച്ച് ജീവിച്ചിട്ടും പിതാവായ ദൈവം തന്റെ ജനത്തെ അവിടെ വീണ്ടും തിരികെ വിളിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ വഴികളിൽ നിന്ന് അവർക്കൊരു മോചനം നൽകി തിരികെ അവരുടെ ജീവന്റെ അവസ്ഥയിലേക്ക് തിരികെ വിളിക്കുന്ന ഒരു പിതാവായ ദൈവത്തെ നമുക്കിവിടെ കാണാം. അത്തരത്തിലൊരു പുതുജീവൻ അവർക്ക് ലഭ്യമായപ്പോൾ തങ്ങളുടെ പാപക്കറകൾ അവർ കഴുകിക്കളയുവാനായി അവർ തുനിഞ്ഞു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. ഇവിടെ ആ ജനത ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു. ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച അവർ തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. തങ്ങൾ ഇതുവരെ നടന്ന എല്ലാ തെറ്റായ വഴികളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരു പുതിയൊരു ജീവന്റെ അനുഭവം അവർ നേടിയെടുത്തു എന്ന് യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ കാണുവാനായി സാധിക്കും. അവർക്ക് നഷ്ടമായിരുന്ന, അവർക്ക് അന്യം നിന്നിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷ സൗഭാഗ്യങ്ങളും ദൈവം അവർക്ക് അവിടെ തിരികെ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തിരികെ ലഭ്യമായ ആ ജനത ദൈവസന്നിധിയിൽ ആനന്ദത്തോടുകൂടി തങ്ങളുടെ പഴയ പ്രതിസന്ധി കാലഘട്ടത്തിൽ ദൈവം അവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കൂട്ടായ്മ ആചരിക്കുന്നതാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം എന്ന് നമുക്ക് പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാനായി കഴിയും. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന കൂട്ടായ്മയുടെ ബന്ധം എന്നത് നാം ചിന്തിക്കുന്നതിലും വളരെ അപ്പുറത്താണ്. നാം അത്തരത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ബന്ധം നാം തകർക്കുമ്പോൾ നമ്മുടെ സകല ബന്ധങ്ങളും താറുമാറായി പോകും. നമ്മുടെ സന്തോഷത്തിന്റെയും നമ്മുടെ ഐക്യത്തിന്റെയും നമ്മുടെ അനുഗ്രഹങ്ങളുടെയും എല്ലാം കൂട്ടായ്മകൾ അവിടെ നശിച്ചു പോകും എന്ന് വചനം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ആയിരിക്കുന്ന നമുക്ക് കൂട്ടായ്മയുടെ അർത്ഥതലം പോലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത ഒരു അനുഭവത്തിലാണ് ഇന്നത്തെ വർത്തമാന സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ
ജീവിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമൂഹം. ഇന്ന് ദൈവത്തിന്റെ സാക്ഷികൾ എന്ന് പറയുവാൻ നമ്മുടെ ദേശത്തെ, നമ്മുടെ സമൂഹത്തിലെ പലർക്കും ബുദ്ധിമുട്ടാണ്. ഇന്ന് സാമൂഹികമായും രാഷ്ട്രീയമായും ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ദൈവസന്നിധിയിൽ സ്പഷ്ടമായ കൂട്ടായ്മയുടെ ബന്ധം അനുഭവിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. 126 സങ്കീർത്തനം, ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവസന്നിധിയിൽ തങ്ങളുടെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തെ സങ്കീർത്തനക്കാരൻ അവിടെ സ്പഷ്ടമായി സൂചിപ്പിക്കുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. ബാബേൽ പ്രവാസത്തിൽ ആയിരുന്ന ഇസ്രായേൽ ജനത ദൈവസന്നിധിയിൽ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയുണ്ടായി. ദൈവത്തെ അറിയാതെ ദൈവത്തോട് മത്സരിച്ച് ദൈവസന്നിധിയിൽ നിന്ന് വിദൂരതയിലായ ബാബേൽ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനത എന്നാൽ തങ്ങളുടെ ജീവിതങ്ങളിൽ തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് ഓർത്തപ്പോൾ അവർ ദൈവസന്നിധിയിൽ അനുതപിച്ചതായി, അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതായി, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതായി, ഒരു പുതിയൊരു ജീവിതത്തിനായി ദൈവസന്നിധിയിൽ അനുതപിച്ചതായി നമുക്ക് കാണുവാനായി കഴിയും. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അവർക്കൊരു പുതുജീവൻ ദൈവം നൽകി. അത്തരത്തിൽ ബാബേൽ പ്രവാസത്തിൽ നിന്നൊരു മോചനം ദൈവം അവർക്ക് നൽകിയപ്പോൾ അവർ ദൈവസന്നിധിയിൽ വീണ്ടും കൂട്ടായ്മയുടെ ബന്ധത്തിൽ എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ദൈവസന്നിധിയിൽ അവരുടെ യഥാർത്ഥമായ പ്രാർത്ഥന, അവരുടെ അനുതാപത്തോടു കൂടിയ പ്രാർത്ഥനയാണ് അവർക്ക് ഒരു പുതിയൊരു ജീവൻ പകർന്നു നൽകുന്നതിന് കാരണമായി തീർന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് വർത്തമാന സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വഴികൾ തെറ്റുകൂടിയതാണെങ്കിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞതാണെങ്കിൽ, പലതരത്തിലുള്ള തെറ്റായ വഴികളിലാണ് നാം സഞ്ചരിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ അനുതപിച്ച് ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഒരു തിരിച്ചു വരവ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിരിക്കുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. മൂന്നാമതായി, കൂട്ടായ്മകളിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നതായി തീരണം. നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും നമുക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായി സാധിക്കണം. നാം തുടക്കത്തിൽ കേട്ടതുപോലെ ഒരു ഭാരം നിറഞ്ഞു നിൽക്കുന്ന കൺവെൻഷൻ അല്ലെങ്കിൽ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനം കൂടുന്ന ഒരു വലിയൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ക്രൂസേഡുകൾ, ഇതിന്റെ മധ്യത്തിൽ മാത്രമേ ദൈവം ഇറങ്ങുകയുള്ളൂ, യേശു കർത്താവ് ഇറങ്ങുകയുള്ളൂ, ഇതിന്റെ മധ്യത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് സൗഖ്യം ലഭിക്കുകയുള്ളൂ എന്ന തെറ്റായ പഠിപ്പിക്കലുകൾ പലപ്പോഴും നമ്മുടെ മധ്യത്തിൽ നാം പലപ്പോഴും കേൾക്കുന്നതാണ്. എന്നാൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ എപ്രകാരമായിരിക്കും എന്ന് യേശു കർത്താവ് നമുക്ക് അവിടെ വ്യക്തമായ അവബോധം നൽകുന്നുണ്ട്. ഇവിടെ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നു പോകുന്ന 2 പേരുടെ മധ്യത്തിൽ യേശു കർത്താവ് ഇറങ്ങുന്നു. അവരുടെ മധ്യത്തിൽ യേശു കർത്താവ് കൂട്ടായ്മ ആചരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. അപരിചിതനും പരദേശിയുമായി അവരുടെ മധ്യത്തിൽ എത്തുന്ന ഒരു കർത്താവ് അവരോട് കൂടെ സഞ്ചരിക്കുകയാണ്. ഇന്ന് അപരിചിതത്വത്തിൽ നിന്ന് സഖിത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപരിചിതത്വത്തിൽ നമ്മുടെ മധ്യത്തിൽ എത്തുന്ന കർത്താവ് നമ്മുടെ സഖിത്വത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കും. അതിന് നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടു കൂടി ആയിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. ഇവിടെ നാം നോക്കുമ്പോൾ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന കർത്താവിന്റെ ശിഷ്യഗണം, യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരത്താണ് എമ്മൗസ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 12 കിലോമീറ്റർ ദൂരത്താണ് എമ്മൗസ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എമ്മൗസ് എന്ന പദത്തിന്റെ അർത്ഥം ചൂട് നീരുറവ എന്നാണ്. ഇവിടെ നാം നോക്കുമ്പോൾ ശിഷ്യഗണം അവർ നടന്നു പോകുന്ന അവരുടെ ആ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് അവർ വളരെയേറെ ദുഃഖിതരാണ്, വളരെയേറെ നിരാശരാണ്. ഒരുപക്ഷെ അവർ എല്ലാ പ്രവചനങ്ങളും കേട്ടിട്ടുള്ളവരാണ്, യേശു കർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് പൂർണ്ണമായി അറിവുള്ളവരാണ്. എന്നാൽ യേശു കർത്താവിന്റെ ആ ക്രൂശ് മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് അടിവരയിട്ട് വിശ്വസിക്കുന്ന ഒരു ശിഷ്യഗണത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. ഇനി മുന്നോട്ടൊരു യാത്രയില്ല, ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ ഇനി ഒരു തിരിച്ചു വരവ് നമുക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ അനുഭവത്തിലാണ് അവർ ആയിരിക്കുന്നത്. അവരുടെ ആ സംഭാഷണത്തിലെല്ലാം തന്നെ ആ നിരാശ പ്രകടമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. എന്നാൽ ആ ശിഷ്യന്മാരെ ആത്മീക ബലത്തിൽ
ചൂട് പിടിപ്പിച്ച് ആത്മീക തലത്തിൽ അവരെ ചൂടുള്ള ഒരു നീരുറവയാക്കി ദൈവത്തിന്റെ വചനദാതാക്കളാക്കി മാറ്റുക എന്ന ദൗത്യത്തിനാണ് ഈ എമ്മൗസ് യാത്രയുടെ മധ്യത്തിൽ യേശു കർത്താവ് അവരുടെ മധ്യത്തിൽ ഇറങ്ങുന്നത്, പ്രത്യക്ഷനാകുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അപരിചിതനായവരുടെ മധ്യത്തിലെത്തി പരിചിതനാകുന്ന ക്രിസ്തു. ആത്മീക തലത്തിൽ അന്ധകാരത്തിന്റെ അനുഭവത്തിലായിരിക്കുന്ന ആ ശിഷ്യന്മാർക്ക് ഒരു വെളിച്ചത്തിന്റെ, ഒരു പുതിയ ജീവന്റെ അനുഭവം യേശു കർത്താവ് അവിടെ പകർന്നു നൽകുന്നുണ്ട്. അവരുടെ സഞ്ചാരത്തിന്റെ മധ്യത്തിൽ സന്തത സഹചാരിയായി കൂടുന്ന യേശു കർത്താവ് അവരുടെ ഓരോ സംഭാഷണങ്ങളിലും യേശു കർത്താവ് പങ്കാളിയാകുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. വിശ്വാസി സമൂഹമായിരിക്കുന്ന നാം, ദൈവമക്കളാകുന്ന നാം, നമ്മുടെ ജീവിത യാത്രകളിൽ, നമ്മുടെ ജീവിത സംഭാഷണങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും യേശു കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. അവൻ നമ്മുടെ സന്തത സഹചാരിയായി, അവൻ നമ്മുടെ മധ്യത്തിൽ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് വഴികാട്ടുന്നത് അവനാണ് എന്ന് നാം വിശ്വാസത്തോടുകൂടി നാം ദൈവസന്നിധിയിലായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിലായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു ശരിയായ ഉത്തരം നമുക്ക് ലഭ്യമാക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ അവർ യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, പരദേശികളിൽ നീ മാത്രം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാതിരിക്കുന്നുവോ എന്ന് യേശുവിനോട് ചോദിക്കുന്നു. നോക്കുക, യേശു കർത്താവ് അവരുടെ മുമ്പിൽ എത്തിയിട്ടും അവനെ ഒരു പരദേശിയായി കാണുന്ന ശിഷ്യഗണം. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നാം യേശു കർത്താവിനെ വെറും ഒരു പരദേശിയായി കാണുന്നവരാണോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. യേശു കർത്താവിനെ ശരിയായ വിധത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. തുടർന്ന് നാം പഠിക്കുമ്പോൾ 24-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ അവർ സന്ധ്യയായപ്പോൾ, സന്ധ്യയോടടുത്തപ്പോൾ തങ്ങളുടെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ യേശു കർത്താവ് മുന്നമേ നടന്നു പോകുവാനായി വാഞ്ചിക്കുമ്പോൾ അവിടെ യേശു കർത്താവിനെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന അവരെ കാണുവാനായി കഴിയും. അവർ യേശു കർത്താവിനെ തങ്ങളുടെ ഭവനത്തിൽ ക്ഷണിക്കുന്നു. അതിഥിയായി അവരുടെ ഭവനത്തിലെത്തിയ യേശു കർത്താവ് ആതിഥേയനായി അവരുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ഒരു കാഴ്ച. നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവിനെ നമുക്ക് ക്ഷണിക്കുവാനായി സാധിച്ചാൽ അവൻ നമ്മുടെ ഉള്ളങ്ങളിൽ വരികയും അവൻ നമ്മുടെ കുടുംബങ്ങളിൽ വരികയും അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇറങ്ങുകയും അവൻ നമുക്ക് ആതിഥേയത്വം വഹിക്കുന്നവനായി തീരുകയും ചെയ്യും എന്നതിന് യാതൊരു സംശയവുമില്ല. അവൻ മുന്നിൽ നിന്ന് നമുക്ക് വഴികാട്ടിയായിരിക്കും, അവൻ മുന്നിൽ നമ്മുടെ നാഥനായിരിക്കും എന്ന് നാം മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പല സന്ദർഭങ്ങളിലായി തന്റെ ശിഷ്യഗണത്തിന് മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റ ആ തന്റെ അനുഭവം വെളിപ്പെടുത്തി കൊടുത്തത് അവർക്ക് ഒരു പുതിയൊരു ജീവൻ പകർന്നു നൽകുവാൻ വേണ്ടിയായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം, 25-26 വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് അവർക്ക്, ആ ശിഷ്യഗണത്തിന് ഒരു പ്രവചനങ്ങൾ, തന്നെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ച ഓരോ പ്രവചനങ്ങളും അതിന്റെ പുതിയ നിവർത്തീകരണവും എല്ലാം സ്പഷ്ടമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. യേശു കർത്താവിന്റെ ശുശ്രൂഷ മേഖലകളിൽ പങ്കാളിയായിരുന്ന അവർക്ക് ഒരുപക്ഷെ ഈ ഒരു ഓർമ്മിക്കലിന്റെ ആവശ്യം പോലും ഇല്ലാത്തതാണ്. അവർക്ക് യേശു കർത്താവിനെ കുറിച്ച് പൂർണ്ണമായി അറിയാം. യേശു കർത്താവ് കാൽവരിയിൽ യാഗമാകും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന പൂർണ്ണമായ വിശ്വാസമുള്ളവരാണ് അവർ. എന്നാൽ യേശു കർത്താവിന്റെ ഈ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, യേശു കർത്താവ് ഭാഗ്യമായി ചിന്തിക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ വിശ്വാസത്തിൽ അടിപതറിപ്പോയി. അവരെ അടിസ്ഥാനമുള്ളവരാക്കി തീർക്കുകയാണ് ആ യാത്രയിൽ യേശു കർത്താവ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ആ 12 കിലോമീറ്റർ ദൂരം യാത്രയിൽ യേശു കർത്താവ് ആ പ്രവചനങ്ങൾ മുഴുവനും വിവരിച്ച് നൽകുന്നതായി, അവർക്ക് തിരുവചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പിച്ച് നൽകുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. ഇന്ന് നമ്മുടെ ശുശ്രൂഷകൾ എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുക. ശുശ്രൂഷ മേഖലകളിൽ, ദൗത്യ നിർവഹണ മേഖലകളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്ന ജനത്തിന്, നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന നമ്മുടെ ഉറ്റവർക്ക് നമുക്ക് വചനം, ദൈവത്തിന്റെ ആ വചനത്തിന്റെ കാതൽ പകർന്നു നൽകുവാനായി കഴിയുന്നുണ്ടോ, അത് നമുക്ക് വെളിപ്പെടുത്തി നൽകുവാനായി കഴിയുന്നുണ്ടോ എന്ന് നാം ചിന്തിച്ചു നോക്കുക. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന അവരെ നമുക്ക് താങ്ങുവാനായി കഴിയണം. നമ്മുടെ കരുതലിന്റെ ശുശ്രൂഷകളാകണം നമ്മുടെ ശുശ്രൂഷകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കൂട്ടായ്മകളിൽ ആനന്ദം പകരുന്നതായിരിക്കണം. ദൈവസന്നിധിയിൽ നാം എപ്പോഴും
ആനന്ദത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് നാം ഓരോരുത്തരും. നമുക്ക് ഇവിടെ ഇത്രയേറെ അനുഗ്രഹപ്രദമായ ദൈവസന്നിധിയിൽ കൂട്ടായ്മ അനുഭവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അന്ധകാരത്തിന്റെ അനുഭവത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ച ആ വിടുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണെന്ന് നാം മറന്നു പോകരുത്. അത്തരത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മകളിൽ യേശു കർത്താവ് കടന്നു വരും. നാം നമ്മുടെ കൂട്ടായ്മകളിലേക്ക് യേശു കർത്താവിനെ ക്ഷണിക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ഉള്ളങ്ങളിലേക്ക്, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു വന്ന് നമുക്ക് ആതിഥേയത്വം വഹിക്കും, നമ്മെ അനുഗ്രഹിക്കും, നമുക്കൊരു പുതിയ ജീവന്റെ അനുഭവം നമുക്ക് പകർന്നു നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നാം വീണ്ടും COVID-19 മഹാമാരിയുടെ ഒരു രണ്ടാം വരവെങ്കിൽ വളരെയേറെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടായ്മയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ, മറ്റൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ സാമൂഹികമായും മറ്റും പലതരത്തിൽ കൂട്ടായ്മകൾക്ക് ഭംഗം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ നാം നമ്മുടെ ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവസന്നിധിയിൽ കൂട്ടായ്മ അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പക്ഷേ 100 പേരോ 1000 പേരോ കൂടുന്ന ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ മാത്രമേ ദൈവം ഇറങ്ങുകയുള്ളൂ എന്ന് നാം ചിന്തിക്കരുത്. നമ്മുടെ മധ്യത്തിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, നാം എപ്പോഴും വചനം പഠിക്കുന്നവരാണ്. നമുക്കറിയാം, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളിച്ചെയ്തവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം അത് മറന്നു പോകരുത്. വിശ്വാസത്തോടുകൂടി ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, അവരെ താങ്ങുവാൻ, അതിലൂടെ ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മാതൃക അവിടെ വെളിപ്പെടുവാൻ നമുക്ക് കൃപ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരത്തിൽ നമുക്ക് ജീവിക്കാം. ഓരോ ദിനവും ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായ കൂട്ടായ്മകൾ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ നല്ലൊരു ആട്ടിൻകൂട്ടമായി നമുക്കായിരുന്നുകൊണ്ട് ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃക നമ്മുടെ ദൗത്യ നിർവഹണ മേഖലകളിലും നമുക്ക് പ്രയോഗിക്കാം. അതിന് സർവശക്തനായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആരാധനകൾക്കും സ്തുതികൾക്കും യോഗ്യനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും തിരിതെളിച്ച് ഞങ്ങളോടൊപ്പം കൂടെ വസിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും അങ്ങുമായുള്ള കൂട്ടായ്മ ബന്ധം തടസ്സപ്പെടുത്തിയവരും വിച്ഛേദിച്ചവരുമാണ് ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ വിള്ളലുകൾ തിരുത്തി അങ്ങയോട് ചേർന്ന് ആനന്ദത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വസിക്കുന്ന ആനന്ദം ഉണ്ടായിത്തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് വചനം ശ്രവിച്ച
എല്ലാവിടുത്തെ മക്കൾക്കായി സ്തോത്രം. എമ്മാവൂസിലെ യാത്രയുടെ മധ്യത്തിൽ ആ ശിഷ്യരോടൊപ്പം സഹയാത്രികനായി അങ്ങ് സഞ്ചരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലും ദുരിത കയങ്ങളിലും അവിടുന്ന് കൂടെ സഞ്ചരിച്ച് അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. രോഗഭാരങ്ങളിൽ ആയിരിക്കുന്ന മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ഇന്ന് വചനം സംസാരിച്ച മകനായി സ്തോത്രം. അവിടുന്ന് തുടർന്നും അങ്ങ് ശക്തീകരിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണമേ. ഈ ഒരാഴ്ചവട്ടക്കാലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. ഞങ്ങളുടെ പോകുന്ന യാത്രകളിൽ, ഞങ്ങൾ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളിൽ, ഞങ്ങളുടെ ഔദ്യോഗിക മേഖലകളിൽ അങ്ങയുടെ കൃപ പകരണം. വരുന്ന ആഴ്ച അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ ആരാധിക്കുവോളം ക്രൂശിന്റെ നിറയിൽ മറയ്ക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ വന്നു പോയ കുറവുകളെ അവിടെ ക്ഷമിക്കണമേ. കൂടുതൽ ശക്തിയോടെ ആരാധിക്കുവാൻ സഹായിക്കണമേ. സകലം യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിക്കാം. സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ധൈര്യപ്പെടുവിൻ. തീയതിനെ വെറുത്ത് നല്ലതിനെ മുറുകെ പിടിപ്പിൻ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തമ്മിലും എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യുവിൻ. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. ബലഹീനരെ താങ്ങുവിൻ. കഷ്ടപ്പെടുന്നവരെ സഹായിപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. ഇങ്ങനെ പരിശുദ്ധാത്മശക്തിയിൽ ആനന്ദിച്ചുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുവിൻ. ഇങ്ങനെ പിതാപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് അനുഗ്രഹവും കാവലും നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനകളോടും പ്രവർത്തനങ്ങളോടും വിശ്വാസ ജീവിതത്തോടും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.